മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമ റെഡ് ചില്ലീസ് ആണ്. ഷാജി കൈലാസ് സർ ഡയറക്റ്റ് ചെയ്ത് രജപുത്ര രഞ്ജിത്ത് അങ്കിളുടെ പ്രൊഡക്ഷനിൽ റെഡ് ചില്ലീസ് ആയിരുന്നു. മോഹൻലാൽ സർ ആയിരുന്നു ഹീറോ. അതിനകത്ത് വളരെ അതൊരു ഗ്രൂപ്പ് ഓഫ് ആജേഴ്സിൻ്റെ സ്റ്റോറി പറഞ്ഞിരുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് വളരെ ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. വരദ ഭട്ടതിരിപ്പാട് എന്നായിരുന്നു ക്യാരക്ടറുടെ പേര്. ഒരു സ്പോയിൽഡ് ബ്രാറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി വളരെ തല്ലിപ്പൊളികളായിട്ട് നടക്കുന്ന ഒരു 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 ക്യാരക്ടർ, ഒരു RJ ആയിട്ടുള്ള ഒരു. അതിനകത്ത് പെട്ടെന്ന് എല്ലാവരും ഓർക്കുന്ന മാതിരി പറയണമെങ്കിൽ അതിനകത്ത് ആസ്മാറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. ഫുൾ ടൈം ആ ഇൻഹേലർ കയ്യിൽ പിടിച്ച് നടക്കുന്ന അതായിരുന്നു ആദ്യത്തെ സിനിമ. ആദ്യത്തെ ദിവസം തന്നെ ലാൽ സാറിൻ്റെ കൂടെയായിരുന്നു. കോമ്പിനേഷൻ ഷോട്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു കോടതിയിലെ ഒരു സീനായിരുന്നു. വളരെ എന്താ പറയുക, ലാൽ സാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എല്ലാവരോടും വലിയ കാര്യത്തിൽ മിണ്ടി അങ്ങനെയാണ്. ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഞാൻ സാറിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്രയ്ക്ക് വലിയ ഒരു ക്യാമറ ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മോറോവർ സ്ക്രിപ്റ്റ് റൈറ്റർ AK സാജൻ അങ്കിളാണെങ്കിലും എല്ലാവരും എനിക്ക് നേരത്തെ ഇതിന് മുന്നേ അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെറ്റിൻ്റേതായ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അഭിനയിക്കുന്ന എല്ലാവരും ലാൽ സർ ഒഴികെ അന്ന് കോമ്പിനേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പുതിയ ആൾക്കാരായിരുന്നു. രഞ്ജിനി ചേച്ചിയാണെങ്കിലും, രഞ്ജിനി ജോസ് അവരാണെങ്കിലും, ബാക്കി ഉണ്ടായിരുന്ന ധന്യയാണെങ്കിലും, അങ്ങനെ എല്ലാവരും പുതിയവർ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഷാജി കൈലാസ് വളരെ കാണുമ്പോഴെല്ലാം വളരെ സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേൺ ആയിട്ട് വളരെ കർക്കശക്കാരനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഹി ഈസ് വെരി ഫൺ ലവിങ്, വെരി കൂളാണ്. സെറ്റിലാണെങ്കിലും വിറപ്പിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ചിൽഡ് ഔട്ടായിട്ട് നമ്മൾക്ക് എന്ത് സീൻ ഉണ്ടെങ്കിലും, സീനെല്ലാം മോസ്റ്റ്ലി അസോസിയേറ്റ്സ് ആയിരിക്കും പറഞ്ഞിരുന്നത് നമുക്ക്. അപ്പോൾ സാറ് വന്നിട്ട് ഇങ്ങനെ ചടപടയെന്ന് നമ്മൾക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായല്ലോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം അങ്ങനെ പറഞ്ഞ് വളരെ ഈസി ഗോയിങ് ആയിട്ട് ഷോട്ടില്ലാത്ത സമയത്ത് നമ്മളോടെല്ലാം വളരെ ഫ്രണ്ട്ലി ആയി സംസാരിച്ച് തമാശകളൊക്കെ പറയുന്ന വളരെ ഒരു ഈസി ഗോ ഡയറക്ടറാണ് ഷാജി സർ. ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 20 to 25 days ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് ഉണ്ടായിരുന്നു, പിന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു, വല്ലപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഇറ്റ് വാസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ പെൺകുട്ടികളാണല്ലോ അതിനകത്ത്. ഓൾമോസ്റ്റ് ഒരു 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. എപ്പോൾ നോക്കിയാലും അവിടെ ഇങ്ങനെ എന്താ പറയുക. പിന്നെ സിനിമ കുറച്ച് പെൺകുട്ടികൾ കൂടി കഴിഞ്ഞാൽ ക്യാറ്റ് ഫൈറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഈവൻ ദെൻ ഇറ്റ് വാസ് ഫൺ. എല്ലാവരും കൂടിയായിട്ട് ഇപ്പോഴും എല്ലാവരുമായിട്ട് ചിലവരുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. ഇറ്റ് വാസ് നൈസ്, നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് വായിച്ച തിരക്കഥ, ഞാൻ റെഡ് ചില്ലീസിൻ്റെ തിരക്കഥ ഞാൻ വായിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് വായിച്ച തിരക്കഥ എൻ്റെ തമിഴ് സിനിമയിൽ ഞാൻ ചെയ്ത അയമ്പുൽ എന്നുള്ള സിനിമേൻ്റെ തിരക്കഥയായിരുന്നു. അത് ഇറ്റ് വാസ് നൈസ്. എനിക്ക് അതെല്ലാം ഇംഗ്ലീഷ് തമിഴിനകത്ത് എഴുതി തന്നിട്ട് ഞാൻ അങ്ങനെ വായിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസാണ്. നമ്മൾക്കൊരു ഫുൾ സ്റ്റോറി നമുക്ക് കിട്ടിയിട്ട് അത് വായിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ ആദ്യ സിനിമ തമിഴാണ്. ഞാൻ റെഡ് ചില്ലീസിനേക്കാളും മുന്നേ ഞാൻ 12th പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അയമ്പുൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ സ്റ്റൺ മാസ്റ്റർ റോക്കി രാജേഷിൻ്റെ മോനായിരുന്നു ഹീറോ, തമിഴ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ സിനിമയായിരുന്നു ഞാൻ ചെയ്തത്. അത് വളരെ സ്ലോ പ്രോസസ്സിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തൊരു സിനിമയാണ്. അയമ്പുലൻ എന്ന് പറയുന്നത് ഇന്നും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടിയാണ്. ഒരു ലവ് ലൈഫാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒരു നല്ല എന്താ പറയുക, ഒരു നല്ല മെസ്സേജും കൂടിയും, എഡ്യൂക്കേഷൻ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്നൊക്കെ ഉള്ള ഒരു നല്ല മെസ്സേജും കൂടി പറയുന്ന ഒരു നല്ല സിനിമയായിരുന്നു. ഡബ്ബിങ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഡബ് ചെയ്ത റെഡ് ചില്ലീസാണ്. അതിന് മുന്നേ ഞാൻ ആഡ്സും കാര്യങ്ങളെല്ലാം ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഞാൻ റെഡ് ചില്ലീസിനാണ് ചെയ്തത്. അത് ഇൻഫാക്റ്റ് എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്കല്ലാതെ വേറെയും ചില കുട്ടികൾക്ക് അതിനകത്ത് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ വോയിസ് അല്ലാതെ വേറൊരാൾക്ക് വേറൊരു വോയിസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിനേക്കാളും എനിക്ക് ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഇത്തിരി കൂടി ഓർമ്മകളുണ്ടായിരുന്നു. കുറേ എല്ലാ അസോസിയേറ്റ്സും എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അപ്പം മൃദുല എന്നാൽ ഈ ക്യാരക്ടറിന് കൂടി ഒന്ന് ഡബ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടാവും. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഡബ്ബിങ് എനിക്ക് പൊതുവെ ഇഷ്ടവും കൂടിയാണ്.